Meet the editors. ചോദ്യം ഇതാണ്, എമ്പുരാനിൽ പൊള്ളിയോ? സ്മൃതി, എമ്പുരാൻ്റെ റിലീസിന് ശേഷം വലിയ വിവാദമായിട്ട് കത്തിപ്പടരുകയായിരുന്നു. ഏറ്റവും ഒടുവിലെത്തുന്ന ഒരു വാർത്ത, ഇപ്പോൾ എമ്പുരാൻ റീ എഡിറ്റ് ചെയ്യാൻ പോകുന്നു. റീ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റീസെൻസറിങ് ഉണ്ടാവും. റീ എഡിറ്റ് ചെയ്യുന്നത് 17 ഭാഗങ്ങളാണ്. അതിൽ തന്നെ അതിലെ പ്രധാനപ്പെട്ട വില്ലൻ്റെ പേര്, ബജ്രംഗി എന്ന പേര് പോലും ഉപയോഗിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒരു സിനിമയിലെ വില്ലൻ്റെ പേര് മ്യൂട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇത് ഓർഗനൈസറിൽ നിന്ന് ലേഖനം വന്നു. ഇതൊരു പൊളിറ്റിക്കൽ ഹിറ്റ് ജോബാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഒരു കമ്മ്യൂണലായിട്ടുള്ള ഒരു ആംഗിൾ അതിനുണ്ട് എന്നുള്ളതാണ് ഓർഗനൈസറിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ആ സിനിമയെക്കുറിച്ച് ഡീഗ്രേഡ് ചെയ്യുന്ന മട്ടിലാണ് ഓർഗനൈസറിലെ ലേഖനം വരുന്നത് എങ്കിൽ പോലും. അപ്പോൾ ചുരുക്കത്തിൽ ഇത് പൊള്ളിയോ സംഘപരിവാറിന് പൊള്ളിയിട്ടുണ്ട്. BJP മറ്റൊരു അഭിപ്രായം പറയുന്നു. ഇപ്പോൾ പുതുതായി സ്ഥാനമേറ്റ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്ന സിനിമ കാണുമെന്ന് തന്നെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നമ്മൾ എതിർക്കുന്നില്ല എന്ന് MT രമേശും പറയുകയുണ്ടായി. പക്ഷേ ചരിത്രത്തെ ഭയക്കുന്നവർ യഥാർത്ഥത്തിൽ ഈ സിനിമയെ ഭയക്കുന്നു എന്നുള്ളതാണ്. ചരിത്രം മിണ്ടരുത്, അല്ലെങ്കിൽ ചരിത്രം മായ്ക്കണം എന്ന് കരുതുന്നവരാണല്ലോ ഇപ്പോൾ പാഠപുസ്തകങ്ങളിലടക്കം പല മുഗൾ ചരിത്രമടക്കം മായ്ച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ 2002 എന്നൊരു കാലം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാനാണോ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഇത് കളവാണ് എന്ന് സ്ഥാപിക്കാനാണോ ശ്രമിക്കുന്നതെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല, അത് ആദ്യം പറയാലോ. സിനിമ ഞാൻ കണ്ടിട്ടില്ല. സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ചർച്ചകൾ, ആ ചർച്ചകൾക്ക് ഒരു സമാന സ്വഭാവമുണ്ട്. കാരണം ഈ തരത്തിൽ സംഘപരിവാറിനെ വിമർശിക്കുന്ന, അത് ഡോക്യുമെൻ്ററി ആയാലും സിനിമയായാലും അതിനോടെടുക്കുന്ന ഒരു പൊതു സമീപനമുണ്ട്. ആ സമീപനം നമ്മൾ BBC ഡോക്യുമെൻ്ററി ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് രണ്ട് ഘട്ടങ്ങളായി ചെയ്തിരുന്ന ആ ഡോക്യുമെൻ്ററിക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് അതിനു മുമ്പ് തന്നെ നമ്മളടക്കം പലരും അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോഴും ഭയപ്പാടോടുകൂടി പ്രതികരിക്കുന്നവരുടെ ആ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ആ കാലം എങ്ങനെയായിരുന്നു കടന്നുപോയതെന്നും പുറത്തേക്കിറങ്ങാൻ ഭയന്നതും അവിടെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തതെന്നും എവിടെയും അഭയമില്ലാതെ ഓടി ഒളിച്ച് നടന്നിരുന്ന കാലവും ഒക്കെ കണ്ണിൽ അന്താളിപ്പോടെ ഭയപ്പാടോട് പറയുകയും ആ കാലത്ത് അത് റിപ്പോർട്ട് ചെയ്യാമെന്ന BBCയുടെ റിപ്പോർട്ടറടക്കം നടത്തുന്ന വെളിപ്പെടുത്തലും അന്നത്തെ അനുഭവമൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനോട് എടുത്തൊരു സമീപനത്തിൻ്റെ തുടർച്ചയായിട്ട് വേണം ഇതിനെ കാണാൻ. ഇതിലൊരു രസകരമായ കാര്യം, ഇതിപ്പോൾ വലിയ രീതിയിൽ എമ്പുരാൻ വന്ന ഘട്ടത്തിൽ ഈ സിനിമയെ ആഘോഷിച്ചുകൊണ്ട് ആദ്യം പോസ്റ്റ് ഇട്ടു. എമ്പുരാൻ വരുന്നു. കാരണം മോഹൻലാൽ എന്ന നടൻ നാടിൻ്റെ നടനാണ്. മോഹൻലാലിന് ഒരുപാട് ആരാധകർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സംഘപരിവാറിലൊരു മോഹൻലാലിനെ ആ തരത്തിൽ ആരാധിക്കുന്നവർ എമ്പുരാൻ വരുന്നു, കാണാൻ പോകുന്നു എന്നുള്ള മട്ടിൽ പോസ്റ്ററുകൾ ഇട്ടു. അതിനുശേഷം അത് പിൻവലിക്കേണ്ടി വരുന്നു, ഞാനിതാ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ള പോസ്റ്ററുകളാണ് പിന്നെ കാണുന്നത്. പിന്നെ ഇപ്പോൾ മോഹൻലാലിനെ ചുരുക്കമേ ഉള്ളൂ, മോഹൻലാലുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മേജർ പദവി എടുത്തു കളയണം. നമുക്കറിയാം, അദ്ദേഹത്തെ BJPയുടെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ BJP അനുഭാവമുള്ളൊരു നടനായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ടാകാം. അദ്ദേഹം നാടിൻ്റെ നടനാണ്. എല്ലാവരുടെയും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു നടൻ അല്ലെങ്കിൽ നിർമ്മാതാവ് എന്ന നിലയ്ക്കൊന്നും അദ്ദേഹത്തിന് ആരെയും പിണക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു മിഡിൽ പാത്താണ് അദ്ദേഹം എടുക്കുന്നുണ്ടാവുക. പക്ഷേ അദ്ദേഹം നമ്മുടെ ആളാണ് എന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ട് ഈ BJPയുടെ കാലത്താണ് അദ്ദേഹത്തിന് മേജർ പദവി കൊടുത്തത്. അപ്പോൾ അത് തിരിച്ചെടുക്കണം എന്നടക്കമുള്ള അഭിപ്രായങ്ങളോട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടാണ് അതിരൂക്ഷമായ, വളരെ മോശമായ പരാമർശം. കാരണം പൃഥ്വിരാജ് ദേശവിരുദ്ധനാണ്, രാജ്യദ്രോഹിയാണ്, തീവ്രവാദിയാണ്. അദ്ദേഹം ഈ ഏതാണ് സിനിമ, അല്ലല്ല, അദ്ദേഹം വിദേശത്ത് പോയി മറ്റേ ബെന്യാമിന്റെ കഥ, ക്ഷമിക്കണം, ആടുജീവിതത്തിന്റെ ഷൂട്ടിന് പോയപ്പോഴാണ് അദ്ദേഹത്തിന് ISSയുമായി ബന്ധമുണ്ടായിട്ടുണ്ട് എന്ന രൂപത്തിലൊക്കെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് ചിന്തിക്കാനും കാര്യങ്ങൾ പഠിക്കാനും കാര്യങ്ങളെ കാണാനും ഒക്കെ ഉള്ള കാര്യം, 2002 എന്ന് പറയുന്ന അത്ര പഴയ ചരിത്രമൊന്നുമല്ല, 23 വർഷമേ ആയിട്ടുള്ളൂ. നമ്മളൊക്കെ കണ്ടിട്ടുള്ള കാലമാണ്. ഞാനൊക്കെ അത് പണിയെടുക്കുന്നതുകൊണ്ടിരുന്ന കാലത്താണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജോലി തുടങ്ങിയിരിക്കുന്ന കാലത്താണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഇതിൽ കളവെന്ന് പറയുന്നത്? ഈ പറയുന്ന ഒരു പേര്, ആ പേര് ഈ ബാബു ബജ്രംഗി എന്ന അതേ രൂപത്തിലാണോ ആ പേര് പറയുന്നത്? അതിൽ കഥാപാത്രം അല്ല, അവസാനത്തെ ടൈറ്റിൽ മാത്രം എന്തോ ഒരു ബാബു ബജ്രംഗി എന്നുള്ളൊരു വാക്കുണ്ട്. അത് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ശബ്ദം മ്യൂട്ട് ചെയ്യുന്നു, ചില കാര്യങ്ങൾ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മുന്നോട്ട് വയ്ക്കുന്ന
കാര്യങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ? ജനങ്ങൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനും ഇവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനും ഒക്കെയുള്ള ഒരു കഴിവൊക്കെയുണ്ട്. അപ്പോൾ ഗുജറാത്ത് റൈറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബാബു ബജ്രംഗി എന്നൊരാളുണ്ടായിരുന്നു, ബജ്രംഗ് ദളിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം അയാളെ പ്രതി ചേർത്ത ശേഷം അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം അയാൾ പുറത്തിറങ്ങി തെഹൽക്കയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു അഭിമുഖമുണ്ടായിരുന്നു. അത് അങ്ങനെ നൽകിയ അഭിമുഖമല്ല, അത് സ്റ്റിംഗ് ഓപ്പറേഷനാണ്. അതിൽ അയാൾ പറയുന്ന കാര്യങ്ങളുണ്ട്, എങ്ങനെയാണ് താൻ ഈ കൊലപാതകങ്ങളൊക്കെ ആസൂത്രണം നടത്തി കൊലപാതകം നടത്തിയതെന്നും ജയിലിന് പുറത്തിറങ്ങാൻ തന്നെ ആരാണ് സഹായിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ BJP കേന്ദ്ര നേതൃത്വത്തെ തന്നെ വിമർശിക്കുന്ന രൂപത്തിലുള്ള സിനിമയാകുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഈ കാലത്ത് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അതിനൊരു അപാര ധൈര്യം വേണം. ആ സിനിമയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അപാരമായ ധൈര്യം വേണം. ആ ധൈര്യം അവിടെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുമ്പോൾ ഇനി ഈ കട്ട് ചെയ്താലും ഇപ്പോൾ ഇതിനകം തന്നെ ഈ കേരളത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് ആ സിനിമ കാണാൻ ആ തിയേറ്ററിൽ ഈ വിവാദത്തിന് ശേഷം ഒന്നുകൂടെ തിരക്ക് കൂടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ BJP ആയാലും വേറൊരു രൂപത്തിൽ അതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരല്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം RSSൻ്റെ ലേഖനത്തെ തള്ളിക്കളയുന്നുമില്ല. RSSൻ്റെ ലേഖനത്തെ തെറ്റാണെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ലേഖനത്തിൽ വളരെ എന്താ പറയുക, പൃഥ്വിരാജ് എന്ന ഒരു സിനിമാ നടൻ, സിനിമാ സംവിധായകൻ, നിർമ്മാതാവ് ഒരു രാജ്യദ്രോഹിയാണ്. അത് ദേശവിരുദ്ധമായ കാര്യങ്ങളാണ്. ദേശത്ത് നടന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ദേശവിരുദ്ധമാകുന്നത്? രണ്ട് വിഭാഗത്തെ ഇവിടെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഭിന്നിപ്പിച്ച സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ദ കേരള സ്റ്റോറി എന്ന സിനിമയാണ് യഥാർത്ഥത്തിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. 32,000 പേർ കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അത് വിവാദമായി കഴിഞ്ഞ ശേഷം പ്രൊമോയിൽ അത് പറഞ്ഞ ശേഷം പിന്നെ അത് 3 ആയി ചുരുങ്ങുന്നു. അത് നമ്മൾ കണ്ടതാണ്. ഇനി പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കൺവേർഷൻ നടന്നതിൻ്റെ കണക്കുകളാണ് ഇപ്പോൾ വലിയൊരു സംഭവമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി തന്നെ ലീഗലായി നടന്നിട്ടുള്ള, നിയമപരമായി നടന്നിട്ടുള്ള കൺവേർഷൻ്റെ കണക്ക് സഭയിൽ പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് 5000-ഓളം ഒരു 5 വർഷത്തിൽ നടന്നാണെന്നേ. അത് സ്വന്തം താല്പര്യപ്രകാരം, ലീഗലി എന്ന് പറയുമ്പോൾ സ്വന്തം താല്പര്യപ്രകാരമായി കൺവേർട്ട് ചെയ്തവരാണ്. ആ കണക്കെടുത്തത് വലിയ കണക്കാണെന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. തിരിച്ച് മറ്റ് മതങ്ങളിലേക്ക് മാറിയവരും ഇതിലും വലിയ കണക്കുണ്ടാകാം. ആ കണക്ക് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ഇതിനെ അവതരിപ്പിക്കുമ്പോൾ കേരളം പോലൊരു സ്ഥലത്ത് അത് വില പോകില്ല. ഇതിപ്പോൾ മലയാളത്തിൽ മാത്രമല്ല, വിവിധ ഭാഷകളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതിനെതിരെ ഇപ്പോൾ ഡൽഹിയിലും അത്തരത്തിൽ പ്രതിഷേധമുണ്ടാകും. ഇനിയിപ്പോൾ ഹനുമാൻ സേന പ്രതിഷേധിക്കാൻ വരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി സിനിമ കാണാൻ പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത. ഇതിൽ ഇടതുപക്ഷത്തെയും വിമർശിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് റഹീം ഒരു ബൈറ്റിൽ പറയുന്നുണ്ട്, എനിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ആ സിനിമയിലുണ്ട് എന്ന് വെച്ചാൽ സിനിമ വരരുത് എന്നല്ല. നമുക്ക് യോജിക്കാത്ത കാര്യങ്ങളിൽ നമുക്ക് എതിർപ്പ് പറയാം. ഇതൊരു അഭിപ്രായ വ്യത്യാസം പറയാം. അഭിപ്രായ വ്യത്യാസം പറയുന്നതും ഈ തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നതും രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ അതിനെ കേരളം ആ രൂപത്തിൽ തന്നെ കാണും. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഈ കാലത്ത് ഈ 2025 ഇങ്ങനെയൊരു സിനിമ ചെയ്യാൻ കാണിച്ച ധൈര്യത്തിന് ഞാൻ പൃഥ്വിരാജിനെയും ടീം പൃഥ്വിരാജിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ആൻഡ്രൂ, ഈ സിനിമ ഇപ്പോൾ 17 കട്ടോടുകൂടിയാണ് ഇനി ബുധനാഴ്ച മുതൽ തിയേറ്ററിൽ കളിക്കുക. റീസെൻസറിങ് നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ തിങ്കളാഴ്ച ആയിരിക്കും, ശനിയും ഞായറും അവധി ആയതുകൊണ്ട്. ഒരുപക്ഷെ മലയാള സിനിമയിൽ നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ല. ചിലപ്പോൾ ഏതെങ്കിലും സംവിധായകനോ നിർമ്മാതാവിനോ അല്ലെങ്കിൽ അതിൻ്റെ അണിയറ പ്രവർത്തകർക്കോ ഒക്കെ ആ സിനിമയിലെ ഏതെങ്കിലും ഡ്യൂറേഷൻ കൂടിപ്പോയി, ചില പാട്ട് അതല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് മാറ്റണം എന്നൊക്കെ തോന്നുന്ന ഘട്ടത്തിൽ മാത്രമേ എഡിറ്റിംഗ് നടത്തി അത് സെൻസറിങ് നടത്തി വരാറുള്ളൂ. ഏത് സിനിമയിൽ ഏത് ഭാഗം കത്രിക വെച്ചാലും അത് എന്തായാലും സെൻസർ ബോർഡ് കാണണം. അതുകൊണ്ടാണ് ഇതിന് സെൻസറിങ് ചെയ്യേണ്ടി വരുന്നത്. എഡിറ്റ് ചെയ്ത് ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച തിയേറ്ററുകൾ വരാൻ പോകുന്നത് 17 സീനുകളില്ലാത്ത ഒരു സിനിമയാണ് എന്നുള്ളതാണ്. ഇത് മലയാള സിനിമയിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. അതായത് ഏതെങ്കിലും തരത്തിലൊരു സമ്മർദ്ദത്തിൻ്റെ പുറത്ത് എഡിറ്റ് ചെയ്ത് സെൻസറിങ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ട് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ആൻഡ്രൂ അതിനെ കാണുന്നത്? ഈ സംഘപരിവാർ കുടുംബത്തിന് പുള്ളിയോ? ഈ സിനിമ സെൻസർ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് പറയുക. എന്താണ് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്? ഒരു സിനിമ ആ സംവിധായകൻ്റെ മനസ്സിൽ വരുന്ന ആശയമാണ്. ആ ആശയം അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ മനസ്സിൽ വരുന്ന ആശയമാണ്. അദ്ദേഹം അതൊരു ക്യാൻവാസിലേക്ക് പകർത്തുകയാണ് സിനിമകളിലൂടെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ രാഷ്ട്രീയം സിനിമയിലേക്ക് കലർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാത ഉണ്ടാകും. ഞാനിതൊരിക്കലും പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡ്യൂസർമാരുടെ ഭാഗത്തു നിന്നോ ഇതിലേക്ക് രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളല്ല. കാരണം എന്താണ്, അവരുടെ മനസ്സിലുള്ള ഒരാശയത്തെ അവർ സിനിമയായി പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ അത് കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കാണുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ, അത് കാണുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നല്ല സിനിമയാണ്, അത് നല്ല സിനിമയാണെങ്കിൽ ജനങ്ങൾ കാണും, മോശം സിനിമയാണെങ്കിൽ കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സിനിമ ഇപ്പോൾ തന്നെ 2 പ്രാവശ്യം സെൻസറിങ് കഴിഞ്ഞ സിനിമയാണ്.
സെൻസറിങ് കഴിയുന്ന സമയത്ത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ പറയുന്ന സെൻസർ ബോർഡിന് അത് വെട്ടായിരുന്നല്ലോ, ഒരാൾ പോലും വെട്ടിയില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ വെട്ടാൻ തീരുമാനിച്ചത്? ഇപ്പോൾ വെട്ടാൻ തീരുമാനിക്കുമ്പോൾ ആരുടെയോ ഒരു സമ്മർദ്ദമുണ്ട്. സമ്മർദ്ദമില്ലാതെ ഇത് വെട്ടാൻ തീരുമാനിക്കുമോ? അത് വെട്ടാൻ തീരുമാനിക്കില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് വെട്ടാൻ നമ്മുടെ പൃഥ്വിരാജ് തീരുമാനിച്ചാൽ പൃഥ്വിരാജ് പിന്നെ പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ അത് പൃഥ്വിരാജ് സംവിധാനത്തിൽ നിൽക്കില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം, ഈ സിനിമയുടെ പ്രൊഡ്യൂസർമാരെ സംബന്ധിച്ചിടത്തോളം നല്ല കാലമാണ്. കാരണം ഇത്രയധികം ഹൈപ്പ് കിട്ടിയ ഒരു സിനിമ അടുത്ത കാലത്ത് ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഹൈപ്പ് ഈ സിനിമയ്ക്ക് കിട്ടി. വലിയ രീതിയിലുള്ള ആൾക്കാരുടെ കടന്നുകയറ്റം ഈ സിനിമയിലേക്ക് വന്നു. ഒരു തിയേറ്ററിലും സിനിമയ്ക്ക് ടിക്കറ്റ് ഇല്ല. ഇന്നലെയും ടിക്കറ്റ് ഇല്ല, മിനിഞ്ഞാന്ന് ടിക്കറ്റ് ഇല്ല, ഒരാഴ്ചത്തേക്ക് ടിക്കറ്റ് ഇല്ല. ആരെങ്കിലും സാധാരണ രീതിയിൽ ഈ ആദ്യത്തെ തള്ളിക്കയറ്റം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ തള്ളിക്കയറ്റം ഒരുപാട് ടിക്കറ്റ് കിടപ്പുണ്ട്. അല്ല, ഒരു മിനിറ്റ്, രാവിലെ 4 മണിക്കൊന്നും അല്ല. ഞാനിപ്പോ എന്റെ ബ്രദറും ക്യാൻസൽ ചെയ്ത 4 ടിക്കറ്റ് എന്റെ കയ്യിലുണ്ട് കേട്ടോ. അതായത് 4 സോഷ്യൽ മീഡിയയിൽ 4 പേര് ഇട്ടതാ, പക്ഷെ 4 ഒരേ ടിക്കറ്റ്. ഞാൻ ഒരു മിനിറ്റ്, ഞാനിപ്പോ ഈ 4 ഒരേ ടിക്കറ്റ് ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞുപോയി. ഇത്ര ബുദ്ധിയില്ലാത്ത മനുഷ്യരാണോ എന്നുള്ളത്. ഒരു മിനിറ്റ്, ഞാനിപ്പോ എന്റെ ബ്രദറിന്റെ വൈഫും പിള്ളേരും ബ്രദറിന് സിനിമ കാണാൻ വേണ്ടി 1 മണിക്കൂർ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് വേണം ഒരു ടിക്കറ്റ് എന്ന് വെച്ചപ്പോൾ ഞാൻ എവിടെയും പറഞ്ഞില്ല, ഞാൻ വിളിക്കാൻ പോയില്ല ആരെയും. പക്ഷേ നമ്മുടെ സ്റ്റാഫ് ഇരുന്നിട്ട് എല്ലാ സംവിധാനം തപ്പി, ഒരു സ്ഥലത്ത് ഒരു ടിക്കറ്റ് പോലും ഇപ്പം ഇല്ല, ഒരു ടിക്കറ്റ് പോലും ഇല്ല. അപ്പം ഈ ടിക്കറ്റ് എന്ന് പറയുന്ന സംവിധാനത്തെ സംഘപരിവാർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഈ സിനിമയെ എതിർക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പറയുന്നുണ്ടാവും ടിക്കറ്റ് ഇല്ലാന്ന്. പക്ഷേ ടിക്കറ്റിൻ്റെ അവസ്ഥ അതല്ല, എനിക്ക് നല്ല രീതിയിൽ അറിയാം. കൂടുതൽ പേര് കാണാൻ എത്തി. വിവാദത്തോട് കൂടിയിട്ട് സിനിമ കുറച്ചും കൂടെ പോപ്പുലറായി. ആ പോപ്പുലറായി സിനിമ അടുത്ത കാലത്തേക്കൊന്നും അല്ല, ഞാൻ വിചാരിക്കുന്നത് മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും കളക്ഷൻ നേടാൻ പോകുന്ന സിനിമയായിരിക്കും എമ്പുരാൻ എന്നുള്ളതാണ്. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം എന്താ, പൃഥ്വിരാജിൻ്റെ ശൈലിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമയായി മാറും ഇത് എന്നുള്ളതാണ്. കാരണം ഇത് പൃഥ്വിരാജ് ഇതിനകത്ത് കത്രി വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പൃഥ്വിരാജിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കത്രി വെക്കലായിരിക്കും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരാൾക്ക് കിട്ടുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലെ കത്തി വെക്കാൻ ഒരാൾക്കും അധികാരമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ, ഇന്ത്യൻ നിയമപ്രകാരം സെൻസർ ചെയ്ത് പുറത്തിറങ്ങിയ സിനിമ എന്ത് കാരണത്തിലാണ് റീസെൻസർ ചെയ്യേണ്ടത്? അതിലും കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണോ? ആരുടെ പ്രഷറിന് മേലിലാണ് ഈ റീസെൻസറിങ് നടത്തേണ്ടത്? ഇനി ഈ പൃഥ്വിരാജ് ഏത് അർത്ഥത്തിലാണ് റീഎഡിറ്റ് ചെയ്തിട്ട് റീസബ്മിറ്റ് ചെയ്യേണ്ടത്? ആരെങ്കിലും ഒന്ന് പറയണ്ടേ? ഏതെങ്കിലും രേഖ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും കോടതി വിധി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടോ? ആരുടെ ഭീഷണിയിലും വഴങ്ങിയിട്ടാണ് ഇത് റീസെൻസറിങ് ചെയ്യേണ്ടത്? എന്ത് കാരണത്തിനാണ് റീസെൻസറിങ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇനി പറയാം, കോടതിയിൽ ഒരു പെറ്റീഷൻ വന്നോ, ഈ പടം സിനിമ കാണിക്കാൻ പാടില്ല എന്ന് തീരുമാനം എടുത്തു എന്ന് പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടല്ലോ. BJP ഭരിക്കുന്ന സർക്കാരാണല്ലോ, കേന്ദ്ര സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടില്ലല്ലോ, കേരള സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടില്ലല്ലോ. പിന്നെ ആരെ പേടിച്ചിട്ടാണ് ഇത് റീസെൻസറിങ് ചെയ്യേണ്ടത്? അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചുള്ള അഭിമാനത്തിൻ്റെ നിമിഷമാണ്. കാരണം ഇന്ത്യ കണ്ട ഒരു വലിയ സിനിമയായിട്ട് ഞാൻ ഈ സിനിമയുടെ തുടക്കകാലത്ത് സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ബാഹുബലി പോലെയുള്ള സിനിമ വേണം, മലയാളികൾക്ക് വലിയ രീതിയിലുള്ള പണം കണക്ട് ചെയ്യുന്ന സിനിമകൾ വേണം, 500 കോടിയും 1000 കോടിയും കളക്ട് ചെയ്യുന്ന സിനിമകൾ വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ വരെ കളിയാക്കിയത് അല്ലേ ഇത് ആന്റണി പെരുമ്പാവൂർ വന്ന് കറക്റ്റ് പറഞ്ഞത് എന്ത്, ഈ സിനിമ രാജ്യം ചർച്ച ചെയ്യുന്ന സിനിമയായിരിക്കും, രാജ്യത്ത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യാൻ പോകുന്ന സിനിമയായിരിക്കും എന്ന് ആന്റണി പെരുമ്പാവൂരാണ് പറഞ്ഞത്. അന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മീറ്റിങ്ങിലടക്കം എന്താണ് പറയുന്നത്, അത് അത്രയൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്നുള്ളതല്ല. പൃഥ്വിരാജിൻ്റെ വിഷൻ എന്ന് പറയുന്നത് വലിയ വിഷനാണ്, രാജ്യം ചർച്ച ചെയ്യുന്ന വിഷനാണ്. ആ രാജ്യം ചർച്ച ചെയ്യുന്ന വിഷനിലേക്ക് ഒരു സിനിമ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രധാനപ്പെട്ട നടനാണല്ലോ മോഹൻലാൽ. സംഘപരിവാറുമായിട്ട് നല്ല രീതിയിൽ ബന്ധം പുലർത്തിയിരുന്ന നടനാണല്ലോ. ഈ പറയുന്ന മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണല്ലോ. എല്ലാ സിനിമകളും നല്ല രീതിയിൽ മോഹൻലാൽ അഭിനയിച്ച് പൊളിഞ്ഞ സിനിമകളെ വരെ മോഹൻലാലിനെ നമ്മൾ വ്യക്തിഗത ചെയ്യാൻ ഇറങ്ങി തിരിച്ചിട്ടില്ലല്ലോ, ഒരു കാലത്തും ഇറങ്ങി തിരിച്ചിട്ടില്ല. കാരണം എന്താണ്, അദ്ദേഹം കഴിവിലുള്ള നടനാണെന്നുള്ള രീതിയിലുള്ള നമ്മൾ കണ്ടിട്ടുള്ളത്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സിനിമകൾ വെട്ടാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ ശൈലി വെച്ചിട്ട് സിനിമ വെട്ടാനേ നേരം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? എല്ലാത്തിലും ഈ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. എത്ര സിനിമകൾ നമ്മൾ കണ്ടു, രാഷ്ട്രീയ വിശകലനം ചെയ്യുന്ന സിനിമകൾ കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയമായിട്ട് നടന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും സിനിമ നമ്മൾ ഇതുവരെ വെട്ടിയിട്ടുണ്ടോ? കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുണ്ട്, എന്തേ വെട്ടാതിരുന്നത്? കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ ഓടിയല്ലോ, ആ സമയത്ത് വെട്ടിയത് കണ്ടില്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഈ വെട്ടിക്കളഞ്ഞ പോരായിരുന്നു ആ സമയത്ത്. അപ്പോൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സംവിധാനങ്ങളെ യൂസ് ചെയ്യുക എന്ന് പറയുന്ന ശൈലിയിലേക്ക് മാറാൻ നിൽക്കരുത്. സിനിമ എന്ന് പറയുന്നത് ഒരു കാണണ്ടാന്നേ, എന്തിനാ ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണുന്നത്? വേണ്ടെങ്കിൽ വേണ്ട. മനസ്സിലായോ? BJP സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു നിലപാട് BJP എടുക്കുമെന്ന് വിചാരിക്കുന്നില്ല. ഞാനിപ്പം രാജീവ് ചന്ദ്രശേഖർ BJPൻ്റെ സംസ്ഥാന അധ്യക്ഷനായി വന്ന ആളാണ്. അദ്ദേഹം എടുത്ത നിലപാട് എന്താണ്?
കാണാം, സിനിമ കാണാം എന്നുള്ള നിലപാടാണ്. മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞ എന്താണ്? സിനിമ കാണാം എന്നുള്ള നിലപാട് തന്നെയാണ് സിനിമ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് സിനിമ കാണണം. പിന്നെ ഞാൻ വിചാരിക്കുന്നത് അറിയോ, ഇതിൽ അഭിപ്രായം പറയുന്ന പല ആൾക്കാരും ടിക്കറ്റ് പോസ്റ്റ് ചെയ്തിട്ടാണ് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടിട്ടില്ല, കാണുന്നതിന് മുന്നേ തന്നെ അഭിപ്രായം പറഞ്ഞു തുടങ്ങി. അതിന് കാരണം എന്താ? അത് ടിക്കറ്റ് പോസ്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത് ഞാൻ ഇനി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് സിനിമ മോശമാണെന്ന് പറയുക. അപ്പോൾ എന്താ, ആരുടെയോ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പുറകെ പോവുകയാണ്. അതങ്ങനെയല്ലല്ലോ ഒരു സംവിധാനത്തെ ചെയ്യേണ്ടത്. സിനിമയെ കാണുന്നത് സിനിമയുടെ ശൈലിയിലായിരിക്കണം. അത് നല്ല രീതിയിലുള്ള സിനിമയാണെങ്കിൽ നല്ല രീതിയിൽ പറയണം. മോശം സിനിമയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എത്ര സിനിമ പൊളിഞ്ഞ സിനിമ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പൊളിഞ്ഞ സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാണാതെ വരുന്നിട്ടുണ്ട്. അതല്ലേ? അപ്പം അങ്ങനെയല്ലല്ലോ. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ഥലം എവിടെയെന്നറിയോ? ലീക്ക് ചെയ്യും സിനിമ, പിന്നെ ലീക്ക് ചെയ്ത് ഓൺലൈനിൽ കൂടും. അതുകൊണ്ടാണ് എല്ലാ സിനിമയും ഇപ്പം പ്രതിസന്ധി നേരിടുന്നത്. ഒരു സിനിമയാണെങ്കിൽ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഇത് ഓൺലൈനിലാവും. ഇൻസ്റ്റാഗ്രാം മറ്റെന്താണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കൂടെ പുറത്ത് വരും. ആൾക്കാർ വീട്ടിലിരുന്ന് മൊബൈൽ കാണും. ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. തിയേറ്റർ പ്രിന്റ് വരെ പുറത്ത് വന്നിട്ടും ആൾക്കാർ തിയേറ്ററിലേക്ക് ഓടുക. എന്തുകൊണ്ടെന്നറിയോ? അത് സിനിമ തിയേറ്ററിൽ കാണുന്നുള്ള മൈൻഡ് സെറ്റ് മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ്, വലിയ രീതിയിൽ മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പം ഇത് റീ എഡിറ്റ് ചെയ്താൽ പിന്നെ ഈ സിനിമ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സിനിമ ഇറക്കി അത് പിന്നെ തിയേറ്ററിൽ വന്നു, ഒരു പരിധിയിലെ ജനങ്ങൾ മുണ്ട് കണ്ടതിന് ശേഷം അത് റീ എഡിറ്റ് ചെയ്ത് അത് പിന്നീട് ജനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ ആ സിനിമ കാണാതിരിക്കുകയാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു കാരണവശാലും ഇതിൻ്റെ പ്രൊഡ്യൂസർമാരായാലും ഇതിൻ്റെ ഡയറക്ടർമാരായാലും ഒരു കാരണവശാലും ഭീഷണിക്ക് വളർന്നി. ഇത് നിങ്ങൾ കോടതിയിൽ പോട്ടെ. കേരളം, ഇന്ത്യ നമ്മൾ അവസാനം ചെല്ലുന്ന സ്ഥലം എവിടെയാണ്? കോടതിയാണല്ലോ. കോടതി കണ്ടതിന് ശേഷം തീരുമാനം എടുക്കട്ടെ. കോടതി കണ്ടതിന് ശേഷം പറയുകയാണ് ഇത് റീ എഡിറ്റ് ചെയ്യണം. ഇത് ഈ രീതിയിൽ സുപ്രീം കോടതി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഇന്നലെ ഒരു വിധി പറഞ്ഞിട്ടേ ഉള്ളൂ. കനാൽ കുമരയുടെ കാര്യത്തിലും പ്രതാപ് ഗഡിയുടെ കാര്യത്തിലും വളരെ ശ്രദ്ധേയമായ വിധികളാണ്. ഈ രാജ്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ എന്തുകൊണ്ട് മാനിക്കുന്നില്ല? 75 വർഷം റിപ്പബ്ലിക് ആയതിനു ശേഷവും പോലീസിനത് മനസ്സിലാക്കുന്നില്ലേ? ഒരു കവിത ചൊല്ലിയാൽ ഈ രാജ്യത്ത് എങ്ങനെയാണ് ഭിന്നിപ്പുണ്ടാകുക എന്നാണ് ചോദിച്ചത്. ശ്രദ്ധേയമായ ചോദ്യമാണ്. കോടതി ഇപ്പോൾ തീരുമാനിക്കട്ടെ. ഈ സിനിമേൻ്റെ മേലെ ഇത് സിനിമ പിന്നെ ടെലികാസ്റ്റ് ചെയ്യണ്ടെങ്കിൽ, ഈ റിലീസ് ചെയ്യണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ ഭാഗങ്ങൾ വെട്ടി തിരുത്തണം എന്ന് പറഞ്ഞാൽ അത് കോടതി പറയട്ടെ. അതൊരു പ്രസ്ഥാനം പറഞ്ഞിട്ടോ ഒരു പിന്നെ നേതൃത്വം പറഞ്ഞതിന് മേലോ ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മലയാളിയെ സംബന്ധിച്ചിടത്തോളം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സിനിമയായി, ഏറ്റവും കളക്ഷൻ നേടുന്ന സിനിമയായി ഇത് മാറും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എംപുരാൻ്റെ റീസെൻസറിങ് വേണമെന്നും റീ എഡിറ്റിംഗ് വേണമെന്നും ഇപ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. എംപുരാൻ എന്ന സിനിമ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും എംപുരാൻ എന്ന സിനിമ സംഘപരിവാർ ബഹിഷ്കരിക്കണമെന്ന പരോക്ഷമായും പ്രത്യക്ഷമായും പല കോണുകളിൽ നിന്നുള്ള പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എംപുരാനിൽ പൊള്ളിയോ എന്നാണ് ചോദ്യം. എംപുരാനിൽ പൊള്ളിയോ സുജയ? എമ്പുരാനിൽ നിങ്ങളൊക്കെ പറയുന്നത് പോലെ സംഘപരിവാറിനല്ല, നിർമ്മാതാക്കൾക്കും അതിലെ ബിഗ് എമ്മിനുമാണ് പൊള്ളിയത്. മോഹൻലാലിനാണ് യഥാർത്ഥത്തിൽ പൊള്ളിയിരിക്കുന്നത്. പൊള്ളുക മാത്രമല്ല, നല്ല രീതിയിൽ പൊള്ളി കുമളച്ചിരിക്കുകയാണ് മോഹൻലാൽ. കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയ്ക്കാണ് ഇവിടെ ക്ഷതമേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത. സംഘപരിവാറിന് എന്ത് പൊള്ളാൻ? ഒരു സിനിമ കൊണ്ട് സംഘപരിവാർ എന്ന പ്രസ്ഥാനത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ സംഭവിക്കും, RSSും കേന്ദ്ര സർക്കാരും എല്ലാം ഉടനെ ഇടപെട്ടുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിപ്പിക്കും എന്നൊക്കെ പലരും വിചാരിച്ചിട്ടുണ്ടാകും. അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും, ഈ സിനിമയിൽ വിമർശിക്കപ്പെട്ടു എന്ന് പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും, അവർ രണ്ടുപേരുമാണ് ഇതിനകത്തെ പ്രധാന വില്ലന്മാരായി പോർട്രേ ചെയ്യുന്നത് എന്നതാണ് സിനിമ കണ്ടവർ പറയുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഈ സിനിമ ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സാറ് കണ്ടു. ഓക്കെ. അപ്പോൾ ഈ സിനിമ കണ്ട ആളുകളുടെ പലതരത്തിലുള്ള മിക്സ്ഡ് ഒപ്പീനിയൻസ് ആണ് ഇതിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമയിൽ നിന്ന് മാറി ഈ സിനിമയെക്കുറിച്ച് ഉയർന്നിരിക്കുന്ന വിവാദങ്ങളിൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സിനിമയെക്കുറിച്ച് ഒരു നിരൂപണം നടത്തണമെന്നുണ്ടെങ്കിൽ ആ സിനിമ കാണുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട്. ഇതിൽ പൃഥ്വിരാജ് ആണല്ലോ ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംവിധായകൻ്റെ കലയാണ്. സംവിധായകൻ്റെ മുന്നിൽ നിൽക്കുന്ന, സംവിധായകൻ പറയുന്നത് അതെല്ലാം ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ആക്ടർ മാത്രമാണ് ഞാൻ എന്ന് എൻ്റെയും പ്രിയപ്പെട്ട ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ സിനിമകളിലും അദ്ദേഹം ചെയ്യാറുള്ളതും അതാണ്. സംവിധായകൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് കൊണ്ടുള്ള ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു കൊടുക്കുക. അതാണ് മോഹൻലാൽ ഓരോ ചിത്രങ്ങളിലും ചെയ്യുന്നത്. ആ കഥാപാത്രത്തെ സിനിമയെക്കാളേറെ ആളുകൾ ഇഷ്ടപ്പെടുന്നതും ആരാധകർ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ആ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേരിൽ മോഹൻലാലിനെ അതേ പേര് വിളിച്ച് അങ്ങനെ കുറേ കാലം ആ ആരാധനയോടെ ആ പേര് തന്നെ വിളിക്കുന്നതുമൊക്കെ പണ്ട് മുതലേയുള്ള ചിത്രങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. ഇത്രയും തലപ്പൊക്കമുള്ള, ഇത്രയും സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാളിയുടെ മനസ്സിൽ കയറിക്കൂടിയ മോഹൻലാലിന് ഇത്രയും ചീത്തവിളി കേൾക്കുന്നത് ഞാൻ ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇത്രയും ചീത്തവിളി മോഹൻലാലിന് കേൾക്കേണ്ടി വരുന്നത്. മോഹൻലാൽ തന്നെ എന്നിട്ട് ഇക്കാര്യത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഞാൻ ഈ സിനിമ ഇതുവരെ കണ്ടില്ല, ഞാൻ ആ തിയേറ്ററിൽ പോയാണ് ആദ്യമായിട്ട് ഈ സിനിമ കണ്ടതെന്ന് പറയുന്നത്. ദ കംപ്ലീറ്റ് ആക്ടറാണ്. മോഹൻലാലിൻ്റെ ഒരു ഗതികേട് ആലോചിക്കണം. പൃഥ്വിരാജ് എത്ര ക്ലവറായിട്ടാണ് ഇതിനെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിദഗ്ധമായി കബളിപ്പിക്കുകയായിരുന്നു. സിനിമയ്ക്ക് ഒരു പ്രിവ്യൂ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അതും ഇത്രയും വലിയ ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ്. ഒരു ബിഗ് ബജറ്റ് ചിത്രം മാത്രമല്ല, വർഷങ്ങളെടുത്ത ചിത്രീകരണം. 2019 ഒരു പടത്തിൻ്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള
ഒരു സെക്കൻഡ് പാർട്ടാണ്. അതും ഇത്രയും ആൻറ്റിസിപ്പേഷൻ ഉണ്ടാക്കിയ ഒരു സിനിമ, അതിൻ്റെ ഒരു പ്രിവ്യൂ വേണ്ട എന്ന് പൃഥ്വിരാജ് തീരുമാനിക്കുമ്പോൾ അതിനായി പറയുന്ന ന്യായം കേൾക്കുമ്പോഴെങ്കിലും ആളുകൾക്ക് മനസ്സിലാകണമല്ലോ. സെൻസർ ബോർഡിൽ പൃഥ്വിരാജ് എന്ന സംവിധായകനും, അതായത് ഓരോ രംഗത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് മുന്നിൽ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന വലിയ ഫിഗർ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു നടൻ, അയാൾ ഇക്കാര്യങ്ങൾ ഫിക്ഷണലായിട്ടുള്ള ഒരു ചിത്രീകരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വടിവത്ത ഭാഷയിലെ ചതുര വടിവിലെ സംഭാഷണമൊക്കെ കേട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളും അതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടാകണം എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഓരോ രംഗത്തെ പറ്റിയുമുള്ള സെൻസർ ബോർഡ് അംഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇയാൾ വിവരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇതാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന ആശയം എന്നുള്ളത് പൃഥ്വിരാജ് പറഞ്ഞ് ഇവരെയൊക്കെ വിശ്വസിപ്പിച്ചു എന്ന് പറയുന്നത് അത് ഇത്രത്തോളം വിശ്വസനീയമായ ഒരു കാര്യമാണ് എന്നുള്ളതിൽ എനിക്കും ഒരു എതിരഭിപ്രായമുണ്ട്. കാരണം അങ്ങനെ കേട്ട് കണ്ണടച്ചിരിക്കേണ്ടവരല്ലല്ലോ സെൻസർ ബോർഡിലെ അംഗങ്ങൾ. അതിൽ കുറച്ചുകൂടി അവർ കാര്യക്ഷമതയോടുകൂടി തന്നെ ഇടപെടണമായിരുന്നു എന്നുള്ളതാണ് ആ വിഷയത്തിൽ എൻ്റെ പേഴ്സണൽ ടേക്ക്. കാരണം ഒരു സെൻസർ ബോർഡിന് മുന്നിലേക്ക് ഒരു സിനിമ വരുമ്പോൾ ആ സിനിമയുടെ എല്ലാ കാര്യങ്ങളും, അതിന് UA കൊടുക്കണോ A കൊടുക്കണോ എന്നത് മാത്രമല്ലല്ലോ സെൻസർ ബോർഡ് നിശ്ചയിക്കേണ്ടത്. അതിലെ ഓരോ സീനും അത് സമൂഹത്തിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുമോ, സമൂഹത്തിൽ ആരെങ്കിലും ഹർട്ട് ചെയ്യുന്ന, അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, വയലൻസ് അത് ഒരു പരിധിയിൽ കൂടുതലുണ്ടോ, അക്കാര്യങ്ങളെല്ലാം നോക്കാനാണല്ലോ സെൻസർ ബോർഡ്. എന്നിട്ടും എന്തുകൊണ്ട് ആകെ 10-15 സെക്കൻഡ് മാത്രമാണ് സെൻസർ ബോർഡിൻ്റെ ആ സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിലാകെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് 20 സെക്കൻഡിൽ താഴെ മാത്രമാണ്. അവിടെയാണ് 17 വെട്ട് എമ്പുരാനെ വെട്ടാൻ പോകുന്നത്. എപ്പോഴാണ് വലിയ സൂപ്പർ ഹിറ്റായി കോടികൾ വാരി 100 കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് തുടരെ പൃഥ്വിരാജ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേ പൃഥ്വിരാജ് എഡിറ്റിംഗ് ടേബിളിൽ പോയിരുന്ന് വെട്ടണം, 17 വെട്ട് വെട്ടണം, 17 ഭാഗങ്ങൾ വെട്ടിമാറ്റണം. അതും കേന്ദ്ര സർക്കാരോ സംഘപരിവാറോ RSSും ഒന്നും ഈ 17 വെട്ട് വെട്ടാം എന്ന് വെട്ടാൻ പറഞ്ഞതല്ല, അങ്ങോട്ട് പോയി കൈകൂപ്പി പറഞ്ഞതാണ് ഞാൻ വെട്ടിക്കോളാം, എൻ്റെ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കരുതേ എന്ന്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുതയാണ് ഞാൻ പറയുന്നത്. ഞാൻ വിത്ത് ക്ലിയർ സോഴ്സിൽ നിന്നാണ് പറയുന്നത്. വേണമെങ്കിൽ പൃഥ്വിരാജിന് ഖണ്ഡിക്കാം. പൃഥ്വിരാജ് തന്നെ ഇക്കാര്യത്തിൽ വെട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അല്ല ഡോക്ടർ അരുൺ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അത് താങ്കൾക്ക് കിട്ടിയ സോഴ്സ് ആണെന്ന് പറഞ്ഞാൽ സോഴ്സ് പറയണം. എന്റെ സോഴ്സാണ്, എന്റെ സോഴ്സാണ്. പൃഥ്വിരാജ് ആകണം എന്റെ സോഴ്സ് എന്ന്. എന്താണ് വാർത്തയിൽ പോലും നിർമ്മാതാക്കളുടെ സമ്മർദ്ദം കൊടുത്ത വാർത്തയുടെ സോഴ്സിനേക്കാൾ സോഴ്സ് ഉണ്ടെന്ന് വെച്ചോ താങ്കൾ ഈ വിഷയത്തിൽ? കൊടുത്ത വാർത്ത ഞാനല്ലോ ഞാൻ എഡിറ്റ് ചെയ്തു. ഡോക്ടർ അരുൺ തർക്കത്തിനല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ബാക്കി പറയുന്നില്ല. താങ്കൾക്ക് ഇത് കൊള്ളാം. പൃഥ്വിരാജ് മീഡിയയോട് പറയണ്ടല്ലോ, വെട്ടാമെന്ന് തീരുമാനിച്ചതും ഇവിടെ എഡിറ്റ് ചെയ്യാൻ പോകുന്നതും പൃഥ്വിരാജ് തന്നെയാണ്. അല്ല, ആന്റോ അഗസ്റ്റിൻ ഇവിടെ പറഞ്ഞല്ലോ, ആന്റോ സാർ പറഞ്ഞപ്പോൾ എതിർത്തില്ലല്ലോ, സെൻസറിംഗ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തീരുമാനിക്കും. ഞാൻ എതിർക്കേണ്ടത് എവിടെ തീരുമാനിക്കണമെന്ന് സുജയ് തീരുമാനിക്കണ്ട. ഞാൻ പറയുന്നതിനകത്ത് സുജയ് പറഞ്ഞു. അല്ല, ഡോക്ടറിന്റെ തിട്ടൂർ അനുസരിച്ച് എനിക്ക് ഇങ്ങോട്ട് വേണ്ട. അല്ല, അത് ഇങ്ങോട്ട് വേണ്ട. പരസ്പരം മാന്യതയോടെയാണ് സംസാരിക്കുക. അല്ല, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞത് എല്ലാ വിഷയത്തിലും ബാധകമാണ്. എല്ലാ വിഷയത്തിലും ബാധകമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ വിഷയത്തിലും. ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല. അല്ല, പൃഥ്വിരാജിന്റെ അഭിപ്രായമായിട്ടല്ല ഞാൻ പറഞ്ഞത്. പൃഥ്വിരാജ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയുകയും ചെയ്യും. അല്ലാതെ RSSന് പൊള്ളിയെന്ന് നിങ്ങൾ മൂന്നുപേരും പറയുമ്പോൾ അത് കേട്ട് കൈ കെട്ടി ഇങ്ങനെ ഇരിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കേട്ടോ? ചില ആളുകൾ അല്ല, പൊള്ളിയത് മോഹൻലാലിനും പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂരിനും നിർമ്മാതാവായ ഗോകുലം ഗോപാലനുമാണ്. ഏറ്റവും അവസാനം ചിത്രമേറ്റെടുത്ത ഗോകുലം ഗോപാലനടക്കം പൊള്ളിയിരിക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസർക്ക് പൊള്ളുന്നത് പ്രൊഡ്യൂസർ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു. അറിയാലോ ഈ സിനിമ ഈ നിമിഷം വരെ തേടിയ കളക്ഷൻ ഡോക്ടർ അരുൺ, വെട്ടിയ പടം ബുധനാഴ്ച തിയേറ്ററിൽ കാണാൻ താങ്കൾ കാത്തിരുന്നു. താങ്കൾ പറയുന്നത് പോലെ വെട്ടിയിരിക്കും, 17 വെട്ടെന്നല്ല, അത് മാത്രമേ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ സുജയ പറയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു മീഡിയ പീസ്, ഒരു സിനിമ ഒരു മീഡിയ ആണല്ലോ, അത് വെട്ടിയിരിക്കും എന്ന് താങ്കൾ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അത്രേ ഉള്ളൂ. ശരി, താങ്കളുടെ വിഷമം അവിടെ ഇരുന്നോട്ടെ, എനിക്ക് വിഷമമില്ല അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇല്ല, ഒരു മിനിറ്റ് സുജയ, അവിടെ ഇരുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്നല്ലോ. അവിടെ ഇരുന്ന ആളുകൾ ആരാന്നും കൂടി അറിയണ്ടേ അല്ലേ? അവിടെ ഇരുന്ന ഈ സെൻസർ മാത്രമല്ല ഞാൻ പറയുന്നത് വിതൗട്ട് എഡിറ്റ് എനിക്ക് പുറത്തേക്ക് പോകണമെന്നുണ്ട്. ഒബ്ജക്ഷൻസ് എല്ലാം റൈസ് ചെയ്ത് ഓരോ വിഷയത്തിലും എന്റെ സമയം കൂടി അപഹരിക്കുന്നത് ഇവിടെ സ്ഥിരമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൽ ഞാൻ ആദ്യ ഭാഗത്തേക്ക് തിരിച്ചു പോവുകയാണ്. കാരണം ഈ ഡിസ്ട്രപ്ഷൻ പ്രേക്ഷകർക്ക് ഉണ്ടാവരുതല്ലോ. അപ്പോൾ ഈ എമ്പുരാനിൽ മാറ്റം വരുത്താമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ആ സിനിമ
സിനിമയുടെ സംവിധായകൻ അടക്കമുള്ള അണിയറ പ്രവർത്തകരാണ്. അല്ലാതെ RSS ഇങ്ങോട്ട് വന്ന് നിങ്ങൾ ഇത് മോഡിഫൈ ചെയ്യൂ എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല. ഞങ്ങൾ വോളണ്ടറി മോഡിഫിക്കേഷൻ എന്ന് കൃത്യമായി തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ആ വോളണ്ടറി മോഡിഫിക്കേഷൻ ആണ് വരുത്താൻ പോകുന്നത്. ലൂസിഫർ പോലൊരു കലാസൃഷ്ടിയാണ് എമ്പുരാനെങ്കിൽ എന്തിനാണ്, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സിനിമ വെട്ടണം എന്ന് അങ്ങോട്ട് പോയി ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ലൂസിഫർ പോലെയുള്ള ഒരു കലാസൃഷ്ടിയാണെങ്കിൽ വോളണ്ടറി മോഡിഫിക്കേഷന് എന്തിനാണ് ഈ ടീം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? ഈ ടീം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിഷേധിക്കട്ടെ, ഗോകുലം ഗോപാലൻ നിഷേധിക്കട്ടെ, അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂർ നിഷേധിക്കട്ടെ, പൃഥ്വിരാജ് നിഷേധിക്കട്ടെ, മോഹൻലാൽ നിഷേധിക്കട്ടെ. ഈ 4 പേരും നിഷേധിക്കില്ല. കാരണം വോളണ്ടറി മോഡിഫിക്കേഷൻ വെട്ടാൻ പോകുമല്ലേ സാർ? സാർ അതിന് തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് ചെയ്യാനും തുടങ്ങി സാർ. ഇപ്പോൾ മാധ്യമത്തിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് ആധികാരികമായി വെട്ടിക്കഴിഞ്ഞു, ഇതാ വെട്ടിയ പടം ഇതാ എന്ന് പറയുന്നത് തിയേറ്ററിൽ വരുമ്പോൾ മാത്രമാണല്ലോ അതിന്റെ പൂർണ്ണരൂപമായി മാറുക. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സിനിമയിൽ വോളണ്ടറി മോഡിഫിക്കേഷൻ വരുത്താം എന്ന് അണിയറ പ്രവർത്തകർ തന്നെ വന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിൽ നിർമ്മാതാവ് മുതൽ സംവിധായകൻ മുതൽ അതിലെ പ്രധാനപ്പെട്ട നടനായ മോഹൻലാൽ മുതൽ എല്ലാവരും കൂടി ചേർന്നെടുത്തിരിക്കുന്ന തീരുമാനമാണ് എന്നതാണ് ഇതിലെ വാസ്തവം. ആ വാസ്തവം എത്രത്തോളം കണ്ണടച്ചു വെച്ചാലും വാസ്തവമല്ലാതായി മാറില്ല. അപ്പോൾ സിനിമാ ലോകത്ത് ചവറ്റുകുട്ടയിലേക്ക് വീഴാതിരിക്കാൻ ഇത് ചെയ്തേ തീരൂ എന്ന ഒരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് മോഹൻലാൽ എത്തിയെന്നുള്ളത് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. മോഹൻലാലുമായി അടുത്ത വൃത്തങ്ങൾ എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ വാർത്തകൾ വരുന്നുണ്ടല്ലോ. ആ അടുത്ത വൃത്തങ്ങളിലൂടെ മോഹൻലാൽ പുറത്തേക്ക് വിടുന്ന മെസ്സേജ് എന്താണ്? അദ്ദേഹം സിനിമ പ്രിവ്യൂവിന് പോലും കണ്ടിട്ടില്ല. ഈ സിനിമയുടെ ആകെ തുക എന്ന് പറയുന്നത് ഞാൻ തിയേറ്ററിൽ വന്ന് ആ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിലാണ് ആദ്യമായി കാണുന്നത്. ഗോകുലം ഗോപാലൻ നമുക്കറിയാം, സ്വാഭാവികമായും അദ്ദേഹം അവസാന ഘട്ടത്തിലാണ് ഇതിലേക്ക് ഈ സിനിമയുടെ നിർമ്മാണത്തിലേക്ക് വന്നത്. ആ നിർമ്മാണം അദ്ദേഹം ഏറ്റെടുക്കാൻ കാരണം മോഹൻലാൽ എന്ന വ്യക്തിയോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ്, അല്ലാതെ മറ്റൊരു ഘടകവും അതിലില്ല. മോഹൻലാൽ എന്ന വ്യക്തിക്ക് അവസാനം ഈ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറുമ്പോൾ ഈ പടത്തിന് ഒരു തട്ടുകേട് ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് ഗോകുലം ഗോപാലൻ ആ റിസ്ക് എടുത്തുകൊണ്ട് ആ സിനിമ അവസാന നിമിഷം പ്രൊഡക്ഷനിലേക്ക് എത്തിച്ചത്. ആ സിനിമ അത്ര നല്ല ഒരു കലാസൃഷ്ടിയാകും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ കാത്തിരുന്നത്. ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല എന്നത് ഞാൻ ആവർത്തിക്കുകയാണ്. അതൊരു നല്ല കലാസൃഷ്ടി ആയിരിക്കും. പൃഥ്വിരാജ് എന്ന സംവിധായകന് നല്ല പൊട്ടൻഷ്യൽ ഉള്ള സംവിധായകനാണ് എന്ന് പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അത് നല്ലൊരു കലാസൃഷ്ടിയായിരിക്കും. ഇവിടുത്തെ വിവാദങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇത് എന്തുകൊണ്ട് മോഹൻലാൽ പോലും ഒരു പ്രിവ്യൂ കണ്ടിട്ടില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിപ്പിക്കേണ്ട ഒരു സാഹചര്യം, അങ്ങനെയുള്ള ഒരു ആവശ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രതിഷേധമോ എന്തിന് ഒരു തിയേറ്ററിന് മുന്നിൽ പോലും ഒരു കോലം കത്തിക്കലോ പോലും നമ്മൾ കാണാത്ത ഇടത്താണ് RSSന് പൊള്ളി, സംഘപരിവാർ കരയുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചണ്ഡ പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുന്നത്. ഇതിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇതിൽ റൂൾ 31 സിനിമാറ്റോഗ്രാഫിക് ആക്ട് അനുസരിച്ചുകൊണ്ടാണ് ഈ റിക്വസ്റ്റ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അവരയച്ച റിക്വസ്റ്റിലെ ഡാറ്റയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അത് താങ്കൾക്ക് അതിൽ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഖണ്ഡിക്കാം. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. റൂൾ 31 ഓഫ് സിനിമാറ്റോഗ്രാഫിക് ആക്ട് അനുസരിച്ചുകൊണ്ടാണ് ഈ കലാപ ദൃശ്യങ്ങൾ അടക്കം റിമൂവ് ചെയ്യുന്നതിനായി ഞങ്ങൾക്ക് വോളണ്ടറി മോഡിഫിക്കേഷനായി ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആൻഡോ സാർ സൂചിപ്പിച്ചതുപോലെ അത് ഇനി റീസെൻസറിങ് ചെയ്യേണ്ടതില്ല. പകരം ഇവർക്ക് കൊടുക്കുന്ന ഈ ഇത്രയും ദൃശ്യങ്ങൾ ഇത്രയും ഭാഗം ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മോഡിഫൈഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവർക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ആദ്യം കിട്ടിയ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് UA 16+ പേരന്റൽ ഗൈഡൻസ് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ യഥാർത്ഥത്തിൽ ഈ സിനിമയിൽ ഈ ദൃശ്യങ്ങൾ കൂടി ഉൾപ്പെടുമ്പോൾ A ആണ് വരേണ്ടത്. പക്ഷേ UA 16+ പേരന്റൽ ഗൈഡൻസ് എന്ന സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ മോഡിഫൈഡ് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്തുകൊണ്ടായിരിക്കും ഈ സിനിമയുടെ പ്രദർശനം ഈ മാറ്റങ്ങൾക്ക് ശേഷം വരാൻ പോകുന്നത് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇനി മുരളി ഗോപി പൃഥ്വിരാജ് കോംബോ അവർ ഒരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് ഈ സിനിമയിലൂടെ ഉദ്ദേശിച്ചതെന്നുള്ളത് വ്യക്തമാണ്. അത് ആ രാഷ്ട്രീയ സന്ദേശം രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതിലിപ്പോൾ ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു സിനിമയാണ് വരുന്നതെങ്കിൽ, ഇടതുപക്ഷത്തിനെതിരായ പ്രമേയമുള്ള സിനിമകൾ വരുമ്പോൾ അതിനെ അവരെതിർക്കും. അതുപോലെ തന്നെ RSSനെതിരായ അല്ലെങ്കിൽ BJPക്കെതിരായ പരാമർശങ്ങളുള്ള സിനിമ വരുമ്പോൾ അവരെതിർക്കും. അതേക്കുറിച്ച് എതിരഭിപ്രായങ്ങൾ വരും. നേരത്തെ സുപ്രീം കോടതി പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വിധി അവിടെയും ബാധകമാണ്. എല്ലാവർക്കും ആ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇനി ഈ സിനിമയിലേക്ക് വന്നാൽ ഇതിൽ പ്രധാനമായും ഈ കലാപ ദൃശ്യങ്ങൾക്ക് അപ്പുറം NIA പോലുള്ള ദേശീയ ഏജൻസികളുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന പല ഭാഗങ്ങളും കടന്നുകൂടിയിട്ടുണ്ട് എന്നതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇനമായി നിൽക്കുന്നത്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം ബോംബിട്ട് തകർത്ത് കേരളത്തെ നശിപ്പിക്കും, അതിനായി കേരളത്തിൽ നിന്ന് ഒരാൾ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ധ്വനിയൊക്കെ അത് എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലായാലും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലുള്ളത്? ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ചെയ്യാനായി ഉദ്ദേശിക്കില്ല. 2 ജില്ലയെ അങ്ങ് ഒഴുകിപ്പോകട്ടെ അങ്ങനെയൊന്നും തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിലില്ല എന്നുള്ള ഒരു വസ്തുത മനസ്സിലാക്കാവുന്ന ഒരാളാണ് പൃഥ്വിരാജ്. എന്നിട്ടും ഇങ്ങനെ ഒരു ഭാഗം അതിൽ കൂട്ടിച്ചേർത്തത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയവും അതുപോലെ തന്നെ കുറച്ച് മതവും എല്ലാം കൂട്ടിക്കലർത്തിക്കൊണ്ട് ഇവിടെ തീവ്രവാദം തന്നെ 2 രീതിയിൽ, ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ കൂടുതൽ വർഗീയത എന്നൊക്കെയുള്ള പല നറേറ്റീവ് നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ കൃത്യമായി ചില അജണ്ടകൾ ഈ സിനിമയ്ക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ആ സിനിമ കണ്ട ആളുകൾ തന്നെ വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, പൃഥ്വിരാജിൻ്റെ ഈ പടത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സുപ്രിയ ഇട്ട ഒരു പോസ്റ്റിൽ ആളറിഞ്ഞ് കളിക്കട എന്നാണ് പറഞ്ഞത്. അതിൽ സിനിമ കണ്ട് അതിൽ ആളറിഞ്ഞ് ആളുകൾ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ കാണുന്ന പ്രതിഷേധങ്ങൾ. കളം വിട്ട് കളിച്ചാൽ, അതായത് ഒരു പരിധിക്കപ്പുറം പോയി
പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണികൾ ഉണ്ടാകുമോ, അതുപോലെ തന്നെ എന്നത്തേക്കുമായി കളി അവസാനിക്കുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും എമ്പുരാന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വെട്ടി ഒരു കബന്ധം പോലെ ആയിരിക്കും അടുത്തയാഴ്ച തിയേറ്ററിലേക്ക് വീണ്ടും എത്താൻ പോകുന്നത്. വിവാദ ഭാഗങ്ങൾ നീക്കാൻ ലാൽ ആവശ്യപ്പെട്ടു എന്നുള്ളത് അല്പസമയം മുമ്പ് മേജർ രവി എന്ന സംവിധായകനും വന്ന് ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. നിഷേധിക്കേണ്ടത് മോഹൻലാലാണ്. ഇതുവരെ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞത്. എമ്പുരാനിൽ RSSന് പൊള്ളിയിട്ടില്ല, പക്ഷേ അണിയറക്കാർക്ക് സംവിധായകനും പ്രധാന നടനുമടക്കം പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വോളണ്ടറി ആയിട്ടുള്ള മോഡിഫിക്കേഷനിലേക്ക് അവർ കടന്നിരിക്കുന്നത്. ഡോക്ടർ, രണ്ട് കാര്യങ്ങൾ ഈ സെൻസർ ബോർഡിലുള്ള ആളുകളൊന്നും പറഞ്ഞുതരാം. ഈ അതിലൊരു IAS ഓഫീസറാണ് സെൻസർ ഓഫീസർ എന്നുള്ള പോസ്റ്റിലിരിക്കുന്നത്. ബാക്കി പാനലുണ്ടായിരുന്ന അംഗങ്ങൾ സ്വരൂപ കർത്ത, കേരള ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ഹരി എസ് കർത്തയുടെ ഭാര്യ, റോഷ്നി ദാസ്, BJP മുൻ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി സുനീഷിന്റെ ഭാര്യ, GM മഹേഷ്, തപസ്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി, RSSന്റെ നോമിനിയാണ്, മഞ്ജു ഹസൻ, BJP നെടുമങ്ങാട് കൗൺസിലർ. ഇവരൊന്നും BJP നോമിനികളല്ല. ഇനി ഇവരിതൊന്നും കണ്ടിട്ട് മനസ്സിലായില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത്രയും ഇവർക്ക് ഇത്ര പൊള്ളുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വന്നതിന് ശേഷം ഇനി മോഹൻലാലിൻ്റെ വിശ്വാസ്യത ഇവിടെ സംഘപരിവാറാണോ നിശ്ചയിക്കുന്നത്? മോഹൻലാലിന് താൻ അഭിനയിക്കുന്ന സിനിമയുടെ കഥയറിയാതെ പറയുന്ന ഭാഗം മാത്രം അഭിനയിച്ചു പോകുന്ന അത്രയ്ക്കേ ഉള്ളൂ മോഹൻലാൽ. ഞാൻ അത്ഭുതപ്പെടുന്നത്, നിർമാല്യം എന്നൊരു സിനിമ ഇപ്പോഴിറങ്ങിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അത് നടക്കില്ല. MT വാസുദേവൻ നായരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടേനെ. MT വാസുദേവൻ നായർക്ക് പൊള്ളി, PJ ആന്റണിക്ക് പൊള്ളി എന്നൊക്കെ നമ്മളിപ്പോൾ കേൾക്കുമായിരുന്നു. ആരായിരുന്നു PJ ആന്റണി? ആരാണ് MT വാസുദേവൻ നായർ? നിർഭാഗ്യകരമാണ്, ഈ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ക്രൂരമായ മുഖം. എൻ്റെ വാദം ഞാൻ അവതരിപ്പിക്കാം. എനിക്ക് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഞാൻ ഓർഗനൈസറിലെ ലേഖനം വായിച്ചു. ഓർഗനൈസറിലെ ലേഖനം വളരെ നിലവാരം കുറഞ്ഞൊരു ലേഖനമായിട്ടാണ് ഞാൻ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഏതൊരു സമൂഹ മാധ്യമത്തിലും വരുന്ന ഒരു സിനിമ ഡീഗ്രേഡിംഗ് ആർട്ടിക്കിളിനോട് മാത്രമാണ്. ആ സിനിമയെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ പറയുക, എന്നിട്ട് ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് സംശയിക്കുന്നു എന്ന മട്ടിൽ പറയുക. എന്നാൽ ആ സിനിമ വളരെ കൃത്യമായി പറയുന്നു, ഏതൊരു സിനിമയും തുടങ്ങുമ്പോൾ തുടക്കത്തിൽ പറയുന്നത് ഇതൊരു സാങ്കല്പികമായിട്ടുള്ള സൃഷ്ടിയാണ്. ഒരു സിനിമ ഒരു സാങ്കല്പികമായ സൃഷ്ടിയാണ്. പക്ഷേ ആ സങ്കല്പത്തിന് വേണ്ടുന്ന മെറ്റീരിയൽസ് കിട്ടുന്നത് നമ്മളുടെ ഈ ജീവിതത്തിൽ നിന്നാണ്. അതിലെ അനുഭവങ്ങൾ നുള്ളിപ്പറക്കിയെടുത്താണ് കഥയും കഥാപാത്രങ്ങളും ഒക്കെയായി നമ്മുടെ മുന്നിൽ വരുന്നത്. ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാലോ എന്നാ ചോദിക്കാനുള്ളത്. ഇങ്ങനെ ഭയന്ന് തുടങ്ങിയാൽ എവിടം വരെ ഭയക്കും? നോക്കൂ, നമ്മുടെ മുന്നിൽ ഒരു ചരിത്രമില്ലേ? ജവഹർലാൽ നെഹ്റു തൻ്റെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരാളാണ്. ജവഹർലാൽ നെഹ്റുവിനെ ആദ്യഘട്ടത്തിൽ വിമർശിക്കാതിരുന്ന കാർട്ടൂണിസ്റ്റായിരുന്നു ശങ്കർ. അദ്ദേഹത്തിൻ്റെ RK ലക്ഷ്മൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ശങ്കേഴ്സ് വാരികയിൽ കാർട്ടൂൺ വരാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാണ് സ്പെയർ ചെയ്യുന്നത്? എന്നെ സ്പെയർ ചെയ്യാൻ പാടില്ല, ഡോണ്ട് സ്പെയർ മീ എന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. എന്നെ നിങ്ങൾ വിമർശിക്കണം എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയുള്ള നാടാണ് നമ്മുടേത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്നാണ് നമ്മൾ മാറുന്നത് എന്നുള്ളതാണ്. അവിടെ നിന്ന് ഇപ്പോൾ ഓർഗനൈസറിലെ ആ ലേഖനത്തിൽ പറയുന്നത് നോക്കൂ, ഇത് പ്രധാനമന്ത്രിക്ക് നാണക്കേടല്ലേ? ഈ ഓർഗനൈസറിലെ ഈ ലേഖനത്തിലുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്കല്ലേ? വൺ ഓഫ് ദി മോസ്റ്റ് ബിസൈർ ആൻഡ് ബേസ്ലെസ് മൊമെന്റ്സ് ഇൻ ദ ഫിലിം ഈസ് വെൻ എ വില്ലൻ അഫിലിയേറ്റഡ് വിത്ത് ദ പ്രോ ഹിന്ദു പാർട്ടി റിസംബ്ലിംഗ് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. താടി വെച്ചു എന്നുള്ളത് കൊണ്ട് നരേന്ദ്രമോദിയായിട്ട് സാമ്യമുണ്ട് എന്ന് ഓർഗനൈസർ പറയുകയാണ്. സിനിമ അങ്ങനെ ക്ലെയിം ചെയ്തിട്ടില്ല. ഇതൊരു സാങ്കല്പിക കഥാപാത്രമാണ്. ആ സാങ്കല്പിക കഥാപാത്രം പറഞ്ഞതായിട്ട് പറയുമ്പോൾ ഓർഗനൈസർ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ കഥാരൂപത്തിന് ഈ പറയുന്ന പ്രധാനമന്ത്രിയുമായി രൂപസാദൃശ്യമുണ്ട് എന്ന് ഒരു ഓർഗനൈസറെ പോലെയുള്ള RSSൻ്റെ ഒരു മൗത്ത് പീസ് പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് കടന്നുപോയി. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ RSS ആ രീതിയിൽ അപമാനിച്ചത് ശരിയായില്ല, പ്രത്യേകിച്ച് ഓർഗനൈസർ ആ രീതിയിൽ അപമാനിച്ചത് ശരിയായില്ല എന്നതാണ് എൻ്റെ ടേക്ക്. പിന്നെ അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ സുജയ പറഞ്ഞ കാര്യങ്ങൾ, മുല്ലപ്പെരിയാറിൽ ബോംബിടും എന്ന് ഇതിലൊരു കഥാപാത്രം പറയുന്നത്, ഇത് യഥാർത്ഥത്തിലൊരു ഡിവിസീവ് പൊളിറ്റിക്സ് വരുന്നതാണോ? സിനിമകളിൽ ഇങ്ങനെ എന്തെല്ലാം കഥകളും കഥാപാത്രങ്ങളുമാണ് നമ്മുടെ മുന്നിൽ വന്നു പോകുന്നത്. എത്രയെത്ര കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞു പോകുന്നത്. എന്താ കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ മുഴുവൻ മനുഷ്യരും കാണണമെന്ന് പറഞ്ഞതാരാ? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ? നിങ്ങളെല്ലാവരും പോയി ആ സിനിമ കാണണമെന്ന് പറഞ്ഞ് ഈ കേരള സ്റ്റോറിക്കും അതേപോലെ കാശ്മീരി ഫയൽസിനും പൂർണ്ണമായി പിന്തുണ കൊടുത്തത് ഈ സർക്കാരല്ലേ? അതിനകത്തെ പൊളിറ്റിക്സ് കമ്മ്യൂണൽ പൊളിറ്റിക്സ് അല്ലെന്ന് ഈ ലോകത്താരെങ്കിലും പറയൂ? ഏത് മനുഷ്യനും സാധാരണ ഒരു കൊച്ചു പോലും പറയുന്നില്ലേ? അത് മിസ്റെപ്രസെൻറ്റഡ് ഡാറ്റ ആയിരുന്നില്ല അതിനകത്തുണ്ടായിരുന്നത്. 33,000 എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ 3 പോലും തികയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന കഥ നമ്മൾ കണ്ടതല്ലേ? പച്ചക്കള്ളം പറഞ്ഞൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ സിനിമ ബാൻ ചെയ്യണമെന്ന് നമ്മളാരും പറഞ്ഞില്ലല്ലോ. പകരം എന്താ ആ സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രൊപ്പഗാൻഡ? അത് ദൂരദർശൻ പോലൊരു മാധ്യമത്തിൽ ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അവിടെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മൾ പറഞ്ഞത്. ആ സിനിമ ബാൻ ചെയ്യാൻ ഞാനടക്കമുള്ളവർ പറഞ്ഞിട്ടില്ല. പക്ഷേ വേണ്ടത് അവിടെ ആ സിനിമയുടെ സ്ക്രിപ്റ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തുറന്നു കാണിക്കണം. ആ സിനിമയെ വിമർശിക്കാം. നിരൂപണത്തിന് എല്ലാവിധ അവകാശങ്ങളുമുള്ള ഒരു നാടാണിത്. ഇനി ഈ സിനിമയെ എന്താണ് ഇത്ര പ്രകോപിപ്പിക്കാനുള്ള കാരണം?
ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിലെ ഗോദ്ര കലാപത്തെ തുടർന്നുണ്ടായ നരോദ പാട്യ റയോട്ടാണ്. നരോദ പാട്യ റിയോട്ട് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. 2002 ഫെബ്രുവരി മാസം 27-ാം തീയതിയാണ് ഗോദ്രയിൽ തീവണ്ടിക്ക് നേരെ ആക്രമണം നടക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം 28-ാം തീയതി നരോദ ഗ്രാമിലും നരോദ പാട്ടിയിലും ആക്രമിച്ചത് സ്വാഭാവികമായും അല്ലല്ല. നോക്കൂ, തീവണ്ടി ആക്രമിച്ചവരെ കുറിച്ച് നമ്മൾ പറയണം. തീവ്രവാദികൾ ഭീകരവാദികൾ ആക്രമിച്ചു എന്നുള്ളതിനകത്ത് ആർക്കാ സംശയം? ആ ആക്രമിച്ച തൊട്ടടുത്ത ദിവസം അത് സിനിമയിൽ വരണോ? അല്ല, അതാ സിനിമയിൽ സ്വാതന്ത്ര്യം കിട്ടിയത് മഹാത്മാഗാന്ധി ഡോക്യുമെന്ററി അല്ല. സിനിമയിൽ കൃത്യമായി ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഡോക്യുമെന്ററി അല്ലല്ലോ. അവിടെ നിൽക്കട്ടെ. അപ്പൊ ഡോക്യുമെന്ററി അല്ലാന്ന് സുജയ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ വാദമില്ല സുജയ്ക്ക്. അവിടെ അവസാനിച്ചു, ഇതൊരു സിനിമയാണ്. കേട്ടു, ഞാൻ പറയട്ടെ. നരോദ പാട്ടിയുടെ കാര്യത്തിൽ നരോദ പാട്ടിയും നരോദ ഗ്രാമം സംഭവം നടക്കുമ്പോൾ 97 പേരാണ് നരോദ പാട്ടിയിൽ കൊല്ലപ്പെട്ടത്. അതിൽ 36 സ്ത്രീകളുണ്ട്, 25 കുട്ടികളുണ്ട്, ബാക്കി പുരുഷന്മാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ 2 പേരിൽ ഒരാൾ മായ കൊട്നി എന്ന് പറയുന്ന BJP മന്ത്രിയായിരുന്നു. മറ്റൊരാൾ ഈ ബാബു ബജ്രംഗി എന്ന് അറിയപ്പെടുന്ന ബാബുഭായ് പട്ടേലായിരുന്നു. ബാബുഭായ് പട്ടേൽ എന്നാണ് അയാളുടെ മുഴുവൻ പേര്. അയാൾ 2007 ഒരു സ്വകാര്യ ചാനലിന് കൊടുത്തൊരു അഭിമുഖമുണ്ട്. ഞാൻ അഭിമുഖം കേട്ടു പൂർണ്ണമായിട്ടും. ആ അഭിമുഖത്തിൽ പറയുന്ന 4 കാര്യങ്ങൾ, അതിലൊരു കാര്യം ഇതാണ്. അയാളുടെ ശബ്ദത്തിൽ പറയാണ്, ബാബു ബജ്രംഗി എന്ന ഈ ബാബുഭായ് പട്ടേൽ പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പോലീസ് നമുക്ക് സംരക്ഷണം ഒരുക്കി. പോലീസ് അവിടെ ഉള്ളതുകൊണ്ട് അവർ തോക്കെടുത്ത് വെടിവെച്ചപ്പോൾ ആ വെടികളെല്ലാം കൊണ്ടത് അവർക്കാണ്, നമുക്ക് നേരെ അവർ തോക്ക് ചൂണ്ടിയില്ല. പറയുന്ന ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജ്രംഗിയാണ്. ഒരു ഗ്രാമത്തിലെ മൈനോറിറ്റി മുസ്ലിം വിഭാഗത്തെ പൂർണ്ണമായും കൂട്ടക്കൊല ചെയ്ത് 97 പേരെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയ നരോദ പാട്യ കേസിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്യൂസ്ഡ് ആയിരിക്കുന്ന ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജ്രംഗിയുടെ ലൈവ് സ്റ്റേറ്റ്മെൻ്റാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹത്തിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഒടുവിൽ നമ്മൾ അവരുടെ വീടുകളിലേക്ക് കടന്നു കയറി, അവരുടെ വീടുകളിലുള്ള ഗ്യാസ് കണക്ഷനുകൾ എടുത്ത് അവിടെ വെച്ച് സ്ഫോടനം നടത്തി അവരെ നമ്മൾ കൊന്നു, അവരെ നമ്മൾ ഇഞ്ചിഞ്ചായിട്ട് കൊന്നു എന്ന് അഭിമാനപൂർവ്വം പറയുക. എന്നിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് അദ്ദേഹം ഉച്ചരിക്കുന്നുണ്ട്. അന്ന് പ്രധാനമന്ത്രി ആയിട്ടില്ല, അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. ആ പേരുച്ചരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആ പേര് പറയില്ല. അതിൽ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ അന്തിമ തീരുമാനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിലെ പ്രധാനപ്പെട്ട കുറ്റവാളി പറയുന്നു ആ മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് ജയിലിൽ നിന്ന് ഇറക്കിയെന്ന് മാത്രമാണ്. എല്ലാ സംരക്ഷണവും നൽകി എന്നുള്ളതാണ് പറയുന്നത്. പോലീസ് പൂർണ്ണമായ സംരക്ഷണം നൽകി, അവർ കാഴ്ചക്കാരായിട്ട് നിന്നു. അതുകൊണ്ട് ഇത് വലിയ ഒരു നേട്ടമാണ് എന്നാണ് പറയുന്നത്. ഇതൊരു വലിയ അവസരമാണെന്നാണ് പറയുന്നത്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മലയാളികളോട് നമ്മൾ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ. പറഞ്ഞത് ബാബു ബജ്രംഗി, കൊടും ഭീകരനാണ് ബാബു ബജ്രംഗി. ഈ ബാബു ബജ്രംഗിക്ക് ആ പേര് വന്നതിൻ്റെ കാര്യം എന്താ? ബജ്രംഗദളുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പേര് വരുന്നത്. ഈ ബാബു ബജ്രംഗി ഒടുവിൽ എന്താ ചെയ്തതെന്നറിയാമോ? നരോദ ഗ്രാം എന്ന് പറയുന്ന ഈ കൂട്ടക്കൊല നടന്ന ഗ്രാമത്തിലെ ആ കേസിൽ 21 വർഷത്തിനു ശേഷം ബാബു ബജ്രംഗിയെ വെറുതെ വിട്ടു. പക്ഷേ നരോദ പാട്യ കേസ് സെപ്പറേറ്റ് കേസാണ്. രണ്ടും 2 കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അതിന് 21 വർഷത്തെ ശിക്ഷ കൊടുത്തു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 7ഓളം തവണ പരോളിൽ ഇറങ്ങേണ്ടി വന്നു, ജാമ്യത്തിലിറങ്ങി ഈ പറയുന്ന ബാബു ബജ്രംഗി. കൊടും ഭീകരനായ ബാബു ബജ്രംഗിയുടെ പേരുപയോഗിച്ചപ്പോൾ പൊള്ളി. ആർക്ക് പൊള്ളി? ബജ്രംഗദളിന് പൊള്ളി. കൊടും ഭീകരനെന്ന് താങ്കൾ പറഞ്ഞ സുപ്രീം കോടതിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യ വിധി കോട്ട് ചെയ്ത ഡോക്ടർ അരുൺ, അപ്പോൾ ഏത് കോടതിയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത്? കൊടും ഭീകരനെന്ന് താങ്കൾ ഒരു നരോദ പാട്യ കേസിൽ ഇപ്പോഴും അദ്ദേഹം കുറ്റവാളിയാ, ജാമ്യത്തിലാണെന്നേ ഉള്ളൂ. ശരിയല്ലേ? കുറ്റവാളിയല്ലേ? 97 പേരെ കൊലപ്പെടുത്തുന്നതിൽ 70 പേരെ നേരിട്ട് വീട്ടിൽ പോയി അവരുടെ ഗ്യാസ് എടുത്ത് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 97 പേരുടെ കൊലപാതകത്തിന് കാരണമായ ബാബു ബജ്രംഗി എന്ന് പറയുന്നയാൾ കൊടും ഭീകരനല്ലേ? അതെ. ആണോ? അങ്ങനെയല്ല, ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞോട്ട് നമുക്ക് കയറി ഇടപെട്ടല്ലോ. ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഈ ഗോത്ര സംഭവത്തിന്റെ, അതായത് ഈ നരോദ പാട്ടിയിലേക്കുള്ള വഴിയിലെ ഗോത്ര എന്ന് പറയുന്ന ഒരു സംഭവം നടന്നായിരുന്നു. ഒരു ട്രെയിനിനുള്ളിൽ വെറുതെ അങ്ങ് തീ പടർന്നതല്ല. അതിന്റെ മുഖ്യ സൂത്രധാരന്റെ പേര് ഫാറൂഖ് ഭാന എന്നാണ്. ഫാറൂഖ് ഭാന 2016 മെയ് 19 തീയതി അയാളെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്ത. അതുകൊണ്ടെന്നല്ല, ഞാൻ പറയട്ടെ, ഗോത്രയിൽ 59 പേരുടെ മരണത്തിന്
അപകടത്തിനിടയാക്കിയ തീവണ്ടി കത്തിക്കൽ സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ ഫാറൂഖ് ഖാന 14 വർഷത്തിന് ശേഷമാണ് അറസ്റ്റിലായത്. ഈ സബർമതി എക്സ്പ്രസിന്റെ S6 കോച്ചിൽ മണ്ണെണ്ണയടക്കം എത്തിച്ച ഫാറൂഖിനെ കുറിച്ച് മിണ്ടാൻ പൃഥ്വിരാജിന് സമയമില്ല. ഫാറൂഖിനെ കുറിച്ച് മിണ്ടാം, തീവ്രവാദികളെ മുഴുവനെ കുറിച്ച് എടുക്കുന്ന ഡോക്യുമെന്ററി ആണോ? അല്ല, ഡോക്ടർ അരുൺ അതാ പറഞ്ഞത് പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണെന്ന് വ്യക്തമാകുന്നത് ചെയ്യുമ്പോഴാണ്. സ്ത്രീകളെ അതിക്രൂരമായി ആക്രമിച്ച ഒരാളുടെ പേരിൽ സുജിയെ ഇങ്ങനെ അയാളെ ഞാൻ ന്യായീകരിച്ചോ? ഇല്ലല്ലോ. ന്യായീകരിച്ചോ? ഇപ്പൊ കോമ്പൻസേറ്റ് ചെയ്യാൻ മറ്റൊരാളുടെ പേര് കൊണ്ടുവരും. കോമ്പൻസേറ്റ് ചെയ്യാനല്ല, അതിന് മുൻപ് നടന്ന സംഭവത്തിലെ മറ്റൊരു ഭീകരന്റെ പേര് കൂടി പറഞ്ഞു. ഞാൻ ഫാറൂഖിനെ കുറിച്ച് പൃഥ്വിരാജിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതാണ് പൃഥ്വിരാജിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മാത്രം നോക്കിയതായതുകൊണ്ടാണ് അതിനെ എതിർത്തത്. ചരിത്രത്തെ വളച്ചൊടിക്കാൻ നോക്കി. ചരിത്രത്തെ കുറിച്ച് സുജയ, അതിനുശേഷം നടന്ന അഹമ്മദാബാദ് റൈറ്റിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് ശേഷം നടന്ന അഹമ്മദാബാദ് റൈറ്റ് തുടക്കം എവിടെയാണെന്നുള്ളത് മറന്നു പോകുന്നു. ജസ്റ്റിഫൈ ചെയ്യാണോ സുജയ? ഞാൻ ജസ്റ്റിഫൈ എന്ന് പറയുന്നത് താങ്കൾ മിസ് റെപ്രസെന്റേഷൻ ആണ്. താങ്കൾ പറയണം അഹമ്മദാബാദ് റൈറ്റ് ഞാൻ പറഞ്ഞത് തീ വെച്ചുകൊണ്ട് ആരെങ്കിലും ഗോദ്ര സംഭവത്തെ ന്യായീകരിച്ചിട്ടുണ്ട്? ന്യായീകരിക്കരുത്. മറന്നുകൊണ്ട് തൊട്ടടുത്ത നരോദ പാട്ടീൽ നിന്നാണ് ചരിത്രം തുടങ്ങുന്നത്. ഗോദ്ര സബർമതി എക്സ്പ്രസ് S6 കോച്ച് മറക്കുന്ന ഇതേ സംവിധാനം തന്നെയാണ് ബാബു ബജരംഗിയെ കുറിച്ച് പറയുമ്പോൾ സുജയ്ക്ക് പൊള്ളും. ബാബു ബജരംഗിയെ കുറിച്ച് പറയുമ്പോൾ പൊള്ളും. കാരണം കൂടെ നിൽക്കുന്നത് ആരാണെന്നറിയാമോ? മായ കോട്നി എന്ന് പറയുന്ന ബിജെപിയുടെ മന്ത്രിയാണ്. ബിജെപിയുടെ മന്ത്രി മായ കോട്നി ഈ പറയുന്ന ബാബു ബജരംഗിക്ക് 6 തവണ ജാമ്യം കൊടുത്തത് ഇതേ സർക്കാരാ. ആ 6 തവണ കൊടുത്ത മാത്രമല്ല, ഇഷ ജഹാൻ കേസുണ്ടല്ലോ, 3 പ്രധാനപ്പെട്ട കേസുകളിൽ ബെസ്റ്റ് ബേക്കറി കേസിലടക്കം ആരാ പുറത്തുവിട്ടത്? ഏത് സർക്കാരാ പുറത്തുവിട്ടത്? ഒടുവിൽ എന്തുകൊണ്ടാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട്, കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്നിട്ട്, ക്രൂരമായി ഒരു ഗർഭിണിയെ ബലാത്സംഗം ചെയ്തിട്ട്, എന്നിട്ട് എന്ത് സംഭവിച്ചു ആ പ്രതികൾക്ക്? ആരാ മാലയിട്ട് സ്വീകരിച്ചത്? അവർക്ക് പൊള്ളും സാർ. ആ സിനിമ കാണുമ്പോൾ പൊള്ളും. ആ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ യാഥാർത്ഥ്യം കാണുമ്പോൾ പൊള്ളും. ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഒരു സിനിമ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിനെ സിനിമയായി കാണാൻ പഠിക്കുക എന്നുള്ള മിനിമം ഒരു സാമാന്യ മര്യാദയുണ്ട്. അത് ഉണ്ടായില്ല. നോക്കൂ, അവരുടെ ഗർഭപാത്രത്തിൽ ശൂലമെടുത്ത് പുറത്തേക്ക് ഇനിയുമുണ്ട്, തീർന്നിട്ടില്ല. സുപ്രീം കോടതി ഈ പറയുന്ന കുനാൽ കംറയുടെ വിഷയത്തിൽ പറഞ്ഞല്ലോ, ഒരു സ്റ്റാൻഡപ്പ് കൊമഡിയൻ്റെ കോമഡി പീസ് കേട്ടാൽ പോലും അസ്വസ്ഥമാവുന്നൊരു ഭരണകൂടമാണോ ഇത്? ഈ പറയുന്ന പ്രതാപ് ഗഡിയുടെ ഒരു കവിതയുണ്ടല്ലോ, ആ പ്രതാപ് ഗഡിയുടെ കവിത കേൾക്കുമ്പോൾ, ഒരു കവിത കേൾക്കുമ്പോൾ ഉടഞ്ഞു പോകുന്ന ഒരു ധൈര്യം മാത്രമാണോ ഈ റിപ്പബ്ലിക്കിനുള്ളത്? ഞാനല്ല ചോദിച്ചത്, സുപ്രീം കോടതി ചോദിച്ചതാ. ഒരു സിനിമയിൽ ഒരു രംഗം ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ ആ വില്ലൻ്റെ പേര് ബജ്രംഗി എന്ന് ഇടുന്നത് കാണുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അന്തസ്സ് കെട്ടുപോകുമെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്നവരുടെ ഭരണ കക്ഷിക്ക് വിറയലുണ്ടാകുന്നുണ്ടെങ്കിൽ, പരിഭ്രമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അവർക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ, ഈ റിപ്പബ്ലിക്കിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? അതിനെ തുടർന്നൊരു വലിയ ഭീതിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുക. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഈ കേരള സ്റ്റോറി വിമർശിക്കുന്ന സമയത്ത് അതിലെ നായക നടൻ്റെ പേര് സ്മൃതിക്കറിയാമോ? സുജയ്ക്കറിയാമോ? എനിക്കറിയില്ല, ആൻഡ്രോയ്ക്കറിയില്ല. ഇത് കാണുന്ന ഒരു പ്രേക്ഷകനും അറിയില്ല. അതിലെ നടിയുടെ പേരറിയാമോ? അവരെ ആരെങ്കിലും നമ്മൾ വ്യക്തിപരമായി വേട്ടയാടിയോ? അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തോ? ഇന്ന് സുജയ മോഹൻലാലിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തില്ലേ? കേരള സ്റ്റോറി എന്ന സിനിമയിൽ ഏതെങ്കിലും ഒരു നടൻ്റെ വിശ്വാസ്യത ഈ പൊതുസമൂഹത്തിൽ ആരെങ്കിലും ചോദ്യം ചെയ്തോ? എന്തുകൊണ്ടാണ്? മാന്യതയുണ്ട്, വിമർശനത്തിന് അതിൻ്റെതായ രീതിയുണ്ട്. മാന്യതയുണ്ട്, വിമർശനത്തിന്റെ ഒരു രീതി ശാസ്ത്രമുണ്ട്. അതാണ് പരാമർശം നടത്തുകയാണ്. പറയൂ, താങ്കൾ പറയൂ. കേരള സ്റ്റോറിയിൽ ഏതെങ്കിലും എന്റെ ഡിഗ്നിറ്റിയെ ഹർട്ട് ചെയ്യാൻ ഒരു അവകാശവുമില്ല. ഞാൻ താങ്കളുടെ ഡിഗ്നിറ്റി ഒന്നല്ല, താങ്കളുടെ അഭിപ്രായങ്ങളോടാണ് എനിക്ക് വ്യക്തിപരമായ ഒരു വിയോജിപ്പുമില്ല. താങ്കളുടെ ആശയങ്ങളെ ഈ നിമിഷം ബാബു ബജരംഗി എന്ന പേര് പറഞ്ഞപ്പോൾ താങ്കളുടെ അസ്വസ്ഥതയെ ഞാൻ പറഞ്ഞു. ബാബു ബജരംഗി എന്ന 97 പേരെ ചെയ്ത ഒരു കൊടും ഭീകരനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ താങ്കൾക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹം കാണും. കാണുന്നുണ്ട്. ഞാൻ എന്തിനാ പറയുന്നത്? ഈ സിനിമയിൽ പൃഥ്വിരാജ് ഈ സംഭവങ്ങളെ മുഴുവൻ ഡോക്യുമെന്റ് ചെയ്തില്ല എന്നതാണ് ആ വിമർശനം ഞാൻ ഉൾക്കൊള്ളുന്നു, ഞാനത് മനസ്സിലാക്കുന്നു. ഇനി അതൊരു സിനിമയാണ് എന്ന മിനിമം കോമൺ സെൻസിൽ ആ സിനിമയെ സമീപിക്കണമായിരുന്നു. അത് സുജയ ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. വിവാദങ്ങളെ കുറിച്ച് ഈ സിനിമയെ കുറിച്ചാണ്, പൃഥ്വിരാജ് ചെയ്തില്ലെന്നാ പറഞ്ഞത്. പൃഥ്വിരാജ്
കൊണ്ട് ഈ ഭാഗം മനഃപൂർവ്വം സിനിമയുടെ തിരക്കഥാകൃത്ത് എന്തെഴുതണമെന്ന് സുജയുടെ തിട്ടൂരം വേണ്ട. തിട്ടൂരം വേണ്ടെങ്കിലും മുരളി ഗോപി പൃഥ്വിരാജ് ഇപ്പൊ ഇരുന്ന് എഡിറ്റ് ചെയ്യും. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമ പ്രവർത്തകരുടെ അവകാശങ്ങൾ ഓരോ നിമിഷവും ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഫ്രീഡം ഇൻഡെക്സ് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് അതിവേഗം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നരേന്ദ്രമോദിയെ 90 വട്ടം വിമർശിച്ചിട്ടാണ് ഡോക്ടർ അരുൺ ഇത് പറയുന്നത്. നോക്കൂ, താങ്കൾ ഫ്രീഡം ഇൻഡെക്സിൽ നമ്മുടെ സ്ഥാനം എത്രയാ സുജയ? രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ ആഭ്യന്തരമന്ത്രിയെ 150 വട്ടം വിമർശിച്ചിട്ടും താങ്കൾക്ക് ആ വിമർശനം തുടരാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഈ രാജ്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം. സിനിമയിൽ ഒരു താടിക്കാരനായ വില്ലൻ വന്നപ്പോൾ സിനിമയ്ക്ക് 17 കട്ട് വേണമെന്ന് പറഞ്ഞത് ആര് പറഞ്ഞു? കട്ട് ചെയ്യാം സാർ എന്ന് പറഞ്ഞത് ആരാണെന്നുള്ളത് പുറത്തു വരുമല്ലോ. കട്ട് ചെയ്യിപ്പിക്കാമെന്ന് സുജയ ആനന്ദിക്കുന്നത്, ഞാൻ ആനന്ദിക്കുന്നത് എന്റെ ഇഷ്ടം. ഒരു മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു സിനിമയിൽ കത്രിക വീഴുമ്പോഴല്ല. ആരോഗ്യപരമായ ചർച്ച പൊതുസമൂഹത്തിൽ നടക്കുമ്പോഴാണ് സുജയ ആ സിനിമയെ കുറിച്ചുള്ള നിരൂപണം സ്വാതന്ത്ര്യത്തെ താങ്കൾ അംഗീകരിക്കുക. ആവിഷ്കാര സ്വാതന്ത്ര്യം താങ്കളുടെ ഫ്രെയിമിൽ നിന്ന് ഞാൻ നടത്തണമെന്നാണെങ്കിൽ അത് നടക്കില്ല സാർ. ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ഇന്ത്യയുടെ ഫ്രീഡം ഇൻഡെക്സ് എത്രയാ? നടക്കില്ല സാർ. ഡോക്ടർ അരുൺ ഉത്തരവുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ചോദ്യം ചോദിച്ചും ഉത്തരം പറഞ്ഞു പോവാം. ഇനി പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ രാജ്യം 180-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടെന്നല്ല, 17 ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യുകയാണല്ലോ എന്ന് ആഹ്ലാദിക്കുന്നതും അഭിമാനിക്കുന്നതും അത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് ഈ രാജ്യത്തിന്റെ പോക്കിന് ശരിയല്ല. അത് ഈ സിനിമയെന്നല്ല, അത് കേരള സ്റ്റോറി ആണെങ്കിലും കാശ്മീരി ഫയൽ ആണെങ്കിലും അതിൽ സെൻസർ ബോർഡിന്റെ കത്രിക വീഴണം എന്ന നിലപാടിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. എന്നാൽ ആ സിനിമകളുടെ പ്രമേയത്തെ രാഷ്ട്രീയമായി വിമർശിക്കാം, സത്യസന്ധമായി നിരൂപണം നടത്താം. ആ സിനിമയെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇന്ന് വരുന്നുണ്ട്. ആ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾക്ക് അംഗീകരിക്കാം. അതിനോടൊന്നും ആർക്കും ഇൻടോളറൻ്റ് അല്ല. പക്ഷേ ഭീതിതമായ അന്തരീക്ഷത്തിൽ അയാളുടെ ISI ബന്ധം ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തെ പ്രധാനമന്ത്രിയെ വിമർശിക്കുമ്പോൾ നിങ്ങളുടൻ പാകിസ്ഥാൻ ചാരനാവും. രാജ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ പേരിൽ കേസ് വരും. അദാനിയുടെ പേരിൽ, അദാനി 500 കോടി ഉണ്ടാക്കിയതിന്റെ പേരിൽ, 500 കോടി ഉണ്ടാക്കി എന്ന് എഴുതിയതിന്റെ പേരിൽ, എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് ജയിലിൽ കിടക്കുന്ന ഒരു ജ്ഞാനവൃദ്ധനുണ്ടായിരുന്നു. ഈ പറയുന്ന ഗുഹ താക്കൂർത്ത EPW ആർട്ടിക്കിൾ എഴുതിയതാ. അദ്ദേഹത്തിന്റെ പേരിൽ കൂടെ നടന്ന് അദ്ദേഹത്തിന് എതിരെ കേസെടുക്കുക. കനാൽ കുമറയ്ക്കെതിരെ ഇപ്പോ ഏക്നാഥ് ഷിൻഡെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ എന്ന വാക്ക് ഉപയോഗിച്ചതിന്റെ പേരിൽ കനാൽ കുമറെ ഇപ്പോ 2 മണിക്കൂർ മുമ്പ് മുംബൈയിൽ വീണ്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്തേക്കുക. ഈ രാജ്യം എങ്ങോട്ടാ? ഈ രാജ്യം എങ്ങോട്ടാണ് എന്നതിനൊപ്പം സംസ്ഥാനം എങ്ങോട്ടാണെന്നും കൂടി നമ്മൾ ചോദിക്കണം. ഇതേ ഫ്ലോറിൽ പറയട്ടെ സംസ്ഥാനം നല്ല വൃത്തിയായിട്ട് താങ്കൾ പറഞ്ഞല്ലോ സുജയ് ഇവിടെ പറഞ്ഞ അഭിപ്രായത്തെ കുറിച്ച്. ഇതേപോലെ തന്നെ ADM നവീൻ ബാബുവിന്റെ കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിച്ച ദിവസമാണ്. ആ കേസിൽ പ്രതിയായ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി ഞാൻ ഈ മീറ്റ് ദ എഡിറ്റേഴ്സിൽ പറഞ്ഞ അഭിപ്രായത്തിനെതിരെ എന്നെ ജയിലിൽ കയറ്റുമെന്ന് ഭീഷണിപ്പെടുത്തി വീഡിയോ ഇട്ട നാടാണ് കേരളം. അത് CPIM പഞ്ചായത്ത് അംഗമാണവർ. സഭ്യമായ വിമർശനവും നമ്മൾ ഏത് പൊതുസമൂഹത്തിൽ നടന്ന രാഷ്ട്രീയ വിമർശനങ്ങളും ഉൾക്കൊള്ളാനുള്ള മാന്യത എല്ലാവർക്കും ഉണ്ടാവണം. അതാണ് എന്റെ ടേക്ക് ഈ വിഷയത്തിൽ. എനിക്കൊന്ന് എഡിറ്റോറിയൽ അംഗങ്ങൾക്ക് അതിനാർക്കും വിയോജിപ്പില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഒരു സിനിമയിൽ കത്രിക വീഴുന്നത് ആഹ്ലാദിക്കാനുള്ള മനസ്സ് എനിക്കില്ല, ചുരുങ്ങിയ പക്ഷം. എമ്പുരാനിൽ പൊള്ളിയോ എന്നായിരുന്നു ചോദ്യം. 3 പേര് യെസ്, ഒരാൾ നോ. Meet the editors.